നമസ്കാരം. വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലേക്ക് ഊഷ്മളമായ സ്വാഗതം. ഞാൻ അശോക് നാരായൺ. ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് സമാധി എന്നുള്ള ആ ഒരു അവസ്ഥയെക്കുറിച്ചാണ്. എന്താണ് സമാധി? ഏത് വിധത്തിലുള്ള വ്യക്തികൾക്കാണ് സമാധിയാകാൻ സാധിക്കുക? അതിന് പിന്നിലുള്ള ഒരു ആശയം അല്ലെങ്കിൽ സങ്കല്പം അത് എന്താണ്? തുടങ്ങിയ കാര്യങ്ങളെല്ലാമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ വിചാരിക്കുന്നത്. ഈ വിഷയം നിങ്ങൾക്ക് ഇഷ്ടമാണ് എങ്കിൽ നിർബന്ധമായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് തുടർന്ന് കാണാം. കാരണം ഈ വിഷയം അറിയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരിലേക്ക് ഈ ഒരു വീഡിയോ എത്തിക്കാൻ നിങ്ങളുടെ ഒരു ലൈക്കിലൂടെ ഒരുപക്ഷെ സാധിച്ചേക്കാം. യൂട്യൂബിൻ്റെ ആൽഗോരിതം അങ്ങനെയാണ്. അതുകൊണ്ട് മാത്രമാണ് ഈ വിധത്തിലുള്ള ഒരു റിക്വസ്റ്റ് ആദ്യം തന്നെ ചെയ്യുന്നത്. താങ്ക് യു. എന്താണ് സമാധി? സാധാരണഗതിയിൽ നമ്മൾ പലയിടങ്ങളിലും കേട്ടിട്ടുണ്ട്. ചില ആത്മീയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾ അവരുടെ അവസാന നാളുകളിൽ സമാധിയായി തുടങ്ങിയ കാര്യങ്ങൾ, അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട സമാധി മണ്ഡപങ്ങൾ, അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഒക്കെ സാധാരണഗതിയിൽ ഒരു ശരാശരി വ്യക്തിക്ക് പരിചയമുണ്ടാകും. ശരിക്കും സമാധി എന്ന് പറയുന്നത് തൻ്റെ മരണം അല്ലെങ്കിൽ തൻ്റെ അവസാനത്തെ ദിവസം മുൻകൂട്ടി തന്നെ അവർക്ക് അറിയാൻ സാധിക്കും. എന്നാണ് മരണപ്പെടുന്നത് അല്ലെങ്കിൽ എന്നാണ് ഈ ഭൂമിയിൽ നിന്ന് യാത്രയാകുന്നത്, ആ ദിവസം, ആ കൃത്യമായിട്ടുള്ള ഏകദേശം സമയം, ഇതെല്ലാം അവർക്ക് മുൻകൂട്ടി അറിയാൻ സാധിക്കും. അറിയാൻ സാധിക്കുക മാത്രമല്ല, അത് അവരുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന വ്യക്തികളോട്, അതായത് ഒരു ഗുരുസ്ഥാനീയനായിട്ടുള്ള വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരോട്, അതുപോലെ ഒരുപക്ഷെ കുടുംബാംഗങ്ങളോട്, നാട്ടിലെ പ്രമുഖ വ്യക്തികളോട് ഒക്കെ അവർ അത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടാകും, അറിയിച്ചിട്ടുണ്ടാകും. നാട്ടിലെ പ്രമുഖ വ്യക്തികളെ മാറ്റി നിർത്താമെന്നുള്ളതല്ല, ഒരുപക്ഷെ അവരുമായിട്ട് കാര്യമായിട്ടുള്ള ബന്ധം ഉണ്ട് എങ്കിൽ മാത്രം. അതല്ലെങ്കിൽ ഉറപ്പായിട്ടും ശിഷ്യന്മാരോടും ഏറ്റവും അടുത്ത് ചേർന്ന് നിൽക്കുന്ന മറ്റ് വ്യക്തികളോടുമെല്ലാം അവർ അത് പങ്കുവച്ചിട്ടുണ്ടാകും. മാത്രമല്ല, ആ ദിവസത്തെ കൃത്യമായിട്ട് വരവേൽക്കാൻ വേണ്ട ആ ഒരു വാക്ക് തന്നെ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അതായത് സാധാരണ ഒരു ശരാശരി വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മരണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ അവസാന ദിവസമെന്ന് പറയുന്നത്, അവസാന ദിവസമെന്നോ നിമിഷമെന്നോ ഒക്കെ പറയുന്നത് അവരിലെ ഭയവും ആശങ്കയും ഒക്കെ ഉളവാക്കുന്നതാണ് എങ്കിൽ, ഈ വിധത്തിൽ ആത്മീയ പ്രബുദ്ധത നേടിയ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു സാധാരണ ദിവസം പോലെ, അല്ലെങ്കിൽ ജീവിതത്തിൽ ഏറ്റവും മൂല്യവത്തായിട്ടുള്ള ഒരു ദിവസം പോലെയായിരിക്കും അവർ ആ ദിവസത്തെ കാണുന്നത്. അതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള ചടങ്ങോ പ്രാർത്ഥനകളോ പൂജകളോ ഒക്കെ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകാം. ആ പ്രാർത്ഥനകളുടെ അല്ലെങ്കിൽ ആ പൂജകളുടെ അവസാനം ഒരു പാകമായിട്ടുള്ള ഫലം, അല്ലെങ്കിൽ പഴുത്ത ഒരു ഇല കൊഴിഞ്ഞ് നിശബ്ദമായിട്ട് വീഴുന്നത് പോലെ വളരെ സുഖകരമായിട്ട്, വളരെ സന്തോഷത്തോടു കൂടി, വശ്യതയാർന്ന മുഖഭാവത്തോടു കൂടി അവർ പ്രിയപ്പെട്ടവരോട് നിശബ്ദം യാത്ര പറഞ്ഞ് പിൻവാങ്ങുകയാണ് ചെയ്യുന്നത്. ഇനി ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും, കേൾക്കുന്നവർ ഒരുപക്ഷെ കരുതുന്നുണ്ടാകും, അവർ സ്വയം അവരുടെ ജീവനെ ഇല്ലാതാക്കി കളയുക, കെടുത്തിക്കളയുക, അല്ലെങ്കിൽ ജീവിതത്തിൽ നിന്നും സ്വയം പിൻവാങ്ങുക എന്നുള്ളത്. വാസ്തവത്തിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അങ്ങനെയല്ല സംഭവിക്കുന്നത്. മറിച്ച് നമ്മൾ ശരിക്കും ഈ ഒരു ഭൂമിയിൽ ജന്മമെടുക്കുന്നതിന് മുൻപ് തന്നെ നമ്മുടെ ബോധതലം അല്ലെങ്കിൽ ആത്മാവ് അത് കൃത്യമായിട്ട് ചില തീരുമാനങ്ങൾ എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ചില നിയോഗങ്ങളുമായിട്ട് തന്നെയാണ് ഈ ഭൂമിയിൽ ജന്മമെടുക്കുന്നത്, ഉചിതമായിട്ടുള്ള ഒരു ശരീരത്തിലൂടെ. അപ്പോൾ ആ ജന്മമെടുക്കുന്നതിന് മുൻപ് തന്നെ ബോധാവസ്ഥയിൽ, അല്ലെങ്കിൽ ഈ ആത്മാവിൻ്റെ രൂപത്തിൽ നിൽക്കുന്ന സമയത്ത് ഇനി എവിടെയാണ് ജനിക്കേണ്ടത്, എങ്ങനെയാണ് ജനിക്കേണ്ടത്, ഏത് വിധത്തിലുള്ള സവിശേഷതകളോടുകൂടി, അതായത് ശാരീരികമായിട്ടുള്ള സവിശേഷതകളോടുകൂടിയായിരിക്കും ജനിക്കേണ്ടത്, അല്ലെങ്കിൽ ആരെയെല്ലാം മാതാപിതാക്കളായിട്ട് തിരഞ്ഞെടുക്കേണ്ടതുണ്ട്, ആരുടെയെല്ലാം ജീവിതത്തിലൂടെ കടന്നു പോകേണ്ടതുണ്ട്, ആരെയാണ് പങ്കാളിയായിട്ട് സ്വീകരിക്കേണ്ടത്, ആരെയൊക്കെ പുത്രന്മാരായിട്ട് അല്ലെങ്കിൽ പുത്രിമാരായിട്ട് ജനിപ്പിക്കേണ്ടതുണ്ട്, എപ്പോഴാണ് മരണപ്പെട്ടു പോകേണ്ടത്, അല്ലെങ്കിൽ എപ്പോഴാണ് തിരികെ മടങ്ങിപ്പോകേണ്ടത്, ആ ജീവിതം പൂർത്തീകരിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചെല്ലാം, അതുപോലെ തന്നെ എങ്ങനെയാണ് പൂർത്തീകരിക്കേണ്ടത്, ഏത് വിധത്തിലാണ് പൂർത്തീകരിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മുൻകൂട്ടി തീരുമാനിച്ചതിന് ശേഷം തന്നെയായിരിക്കും ഓരോ ബോധവും ഓരോ ആത്മാവും, അതായത് ഓരോ വ്യക്തികളും ഈ ഭൂമിയിൽ ജന്മമെടുത്തിട്ടുണ്ടാവുക. ഞാനും നിങ്ങളും അടക്കമുള്ള എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ ജന്മത്തിന് മുൻപ് തന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ഈ തീരുമാനങ്ങൾ ഇപ്പോഴുള്ള നമ്മുടെ ബോധാവസ്ഥയിൽ അല്പം പോലും ഇല്ല. അതിനു മുൻപ് ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്നും, ആ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇപ്പോൾ ജനിച്ചിരിക്കുന്നതെന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും
മറ്റുള്ള വ്യക്തികളോട് ബന്ധപ്പെട്ട് നിൽക്കുന്നതെന്നുമൊക്കെയുള്ള ആ ഒരു ബോധം ഇപ്പോൾ നമ്മുടെ കോൺഷ്യസിൽ, അതായത് ബോധ മനസ്സിൽ സാധാരണഗതിയിൽ ഉണ്ടാവില്ല. എന്നാൽ ആത്മീയമായിട്ടുള്ള ഉന്നതി, ജ്ഞാനം നേടിയ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ആ ആ വിധത്തിലുള്ള ആത്മീയ ഉന്നതിയുടെ ഏറ്റവും മൂർധന്യാവസ്ഥയിലൂടെ അവർ കടന്നു പോകുമ്പോൾ അവരുടെ പൂർവ്വജന്മങ്ങളെന്ന് പറയുമ്പോൾ ഇതിനു മുൻപ് തന്നെ പല വീഡിയോകളും ചെയ്തിട്ടുണ്ട്, അതൊന്ന് നോക്കുക. ഇപ്പോൾ തൽക്കാലം അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ പൂർവ്വജന്മങ്ങളെക്കുറിച്ചും അവിടെ നമ്മൾ എടുത്തിരിക്കുന്ന തീരുമാനങ്ങളെക്കുറിച്ചും അതുപോലെ ഈ ജന്മത്തെക്കുറിച്ചും ഈ ജന്മത്തിലെ നിയോഗങ്ങളെക്കുറിച്ചുമെല്ലാം വളരെ കൃത്യമായിട്ടുള്ളൊരു ബോധം, ഒരു കൃത്യമായിട്ടുള്ള ധാരണ അതാത് വ്യക്തികളുടെ ബോധമണ്ഡലത്തിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ബോധമണ്ഡലത്തിൽ തെളിയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്, ഇവിടേക്ക് വരുന്നതിന് മുൻപ്, അതായത് ജന്മമെടുക്കുന്നതിന് മുൻപ് എത്ര നാളാണ്, എന്നാണ് അവരുടെ അവസാന ദിവസം എന്നുള്ള കാര്യത്തിൽ, അതായത് എന്നാണ് ആ മടങ്ങിപ്പോക്ക്, സാധാരണക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ എന്നാണ് മരണം സംഭവിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അവരുടെ ബോധമണ്ഡലത്തിൽ തെളിയും. വാസ്തവത്തിൽ ആ ഒരു കാര്യത്തെയാണ് നേരത്തെ തീരുമാനിച്ചിരിക്കുന്ന, നിശ്ചയിച്ചിരിക്കുന്ന ആ ഒരു ദിവസത്തെ, ആ ഒരു സമയത്തെ അവരെ ഓർമ്മപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത്, കൂടെയുള്ള ശിഷ്യന്മാരോടായാലും മറ്റ് പ്രിയപ്പെട്ടവരോടായാലും ശരി. മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് അതിനു വേണ്ടിയാണ് അവർ തയ്യാറെടുക്കുന്നത്. ആ ദിവസത്തിന് വേണ്ടിയാണ് പ്രത്യേകിച്ചുള്ള മുന്നൊരുക്കങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ ചെയ്യുന്നത്. ആ ഒരു ദിവസത്തെ വരവേൽക്കുന്നതിന് വേണ്ടി മാത്രമാണ്. അതല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം പ്രാണൻ ത്യജിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാമായിരിക്കാം. പക്ഷെ അങ്ങനെയുണ്ടെങ്കിൽ അതും തീർച്ചയായിട്ടും മുൻനിശ്ചയപ്രകാരം തന്നെയായിരിക്കണം സംഭവിക്കുന്നത് എന്ന് വേണം കരുതാൻ. ഈ വിധത്തിലാണ് ശരിക്കും സമാധി എന്നുള്ള ആ ഒരു അവസ്ഥയിൽ ഒരു വ്യക്തി പുൽകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വിധത്തിലുള്ള ജ്ഞാനം, ഉന്നതമായിട്ടുള്ള അറിവ് ഒരു വ്യക്തി ആർജിച്ചിരിക്കണമെങ്കിൽ അദ്ദേഹം അത്രമാത്രം ഉയർന്ന ഒരു ബോധതലത്തെ പ്രാപിച്ചിട്ടുണ്ടായിരുന്നിരിക്കണം, അല്ലേ? അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അത്തരം വ്യക്തികൾ പൂജനീയർ തന്നെയാണ്. വിശിഷ്ടമായിട്ടുള്ളൊരു ബോധമണ്ഡലം അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ളൊരു ചൈതന്യം ആ വ്യക്തികളുമായിട്ട് ചുറ്റിപ്പറ്റി നിലനിൽക്കുന്നുണ്ടാകും. അതുകൊണ്ട് തന്നെ അവരുടെ സമാധിക്ക് ശേഷവും അവർ ജീവിച്ചിരുന്ന ഇടങ്ങളിൽ, അവരുടെ സമാധി മണ്ഡപങ്ങളിലെല്ലാം ആ വിധത്തിലുള്ള ചൈതന്യം തീർച്ചയായിട്ടും നിലനിൽക്കുന്നും ഉണ്ടാകണം. അവിടെ ചെല്ലുന്ന നമ്മളെപ്പോലെയുള്ള വ്യക്തികൾക്ക് ഒന്ന് മനസ്സർപ്പിച്ചാൽ, ഒന്ന് ചിന്തകൾ അവിടെ സമർപ്പിച്ചാൽ ആ ഒരു ചൈതന്യത്തെ അല്ലെങ്കിൽ ആ ഒരു ബോധമണ്ഡലത്തെ തീർച്ചയായിട്ടും ആർജിക്കാൻ സാധിക്കും. ഇനി അതല്ലാതെ സ്വാഭാവികമായിട്ടുള്ള മരണങ്ങളെ പലരും സമാധികളായിട്ട് വ്യാഖ്യാനിക്കുന്നുണ്ട്. അതിനോട് എനിക്ക് വ്യക്തിപരമായിട്ട് യോജിപ്പില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ വിധത്തിൽ അത് തീർച്ചയായിട്ടും തീരുമാനങ്ങൾ എടുക്കാം, അല്ലെങ്കിൽ നിഗമനങ്ങളിലേക്ക് എത്തിച്ചേരാം. സാധാരണഗതിയിൽ യഥാർത്ഥ സമാധി എന്ന് പറയുന്നത് അവനവനെക്കുറിച്ചുള്ള, അവനവൻ്റെ ജ്ഞാനത്തെക്കുറിച്ചുള്ള, അവനവൻ്റെ പൂർവ്വജന്മങ്ങളെക്കുറിച്ചുള്ള, അവനവൻ്റെ ഈ ജന്മത്തിലെ നിയോഗങ്ങളെക്കുറിച്ചുള്ള, വരും ജന്മങ്ങളെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള അറിവുകളുടെ സമന്വയം തന്നെയാണ് ഒരു വ്യക്തിയെ സ്വന്തം സമാധിയിലേക്ക് നയിക്കുന്നത്. ആ ഒരു തിരിച്ചറിവ് തന്നെയാണ് ആ സമാധി ദിവസത്തെയും സമാധി സമയത്തെയും ഒക്കെ മുൻകൂട്ടി കാണാനും അതിനെ ഹൃദ്യമായിട്ടെന്ന് പറഞ്ഞാൽ നിറഞ്ഞ മനസ്സോടുകൂടി തന്നെ സ്വീകരിക്കാനും വരവേൽക്കാനും ഒക്കെയുള്ള ഒരു മാനസിക അവസ്ഥയിലേക്ക് അതാത് വ്യക്തികളെ നയിക്കുന്നത്. അപ്പോൾ ഈ ഒരു വിഷയം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ മറ്റൊരു കാര്യം കൂടി, ഈ ഒരു വിഷയത്തെക്കുറിച്ച് വ്യത്യസ്തമായിട്ടുള്ള ഏതെങ്കിലും അറിവുകളോ അനുഭവങ്ങളോ കേട്ടുകേൾവികളോ ഒക്കെ നിങ്ങൾക്കുണ്ട് എങ്കിൽ അത് ദയവായിട്ട് വീഡിയോയുടെ ചുവട്ടിൽ ഒന്ന് കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. നമുക്കെല്ലാവർക്കും കൂടുതൽ അറിവുകളിലേക്ക് നയിക്കപ്പെടാൻ ആ അറിവുകൾ, നിങ്ങളുടെ വാക്കുകൾ, വരികൾ ഒരുപക്ഷെ ഉപകാരപ്പെട്ടേക്കും. ഈ വിധത്തിലുള്ള വിഷയങ്ങൾ നിരന്തരം ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നോട്ടിഫിക്കേഷൻസ് കൃത്യമായി ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഒന്ന് പുഷ് ചെയ്തേക്കുക. അപ്പോൾ വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാവുന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു. സ്നേഹപൂർവ്വം, അശോക് നാരായൺ. താങ്ക് യു.